ഹായ് ഹലോ നമസ്കാരം. ന്യൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്തം മുതൽ തിരുവോണം വരെയുള്ള സീസൺ 2 സീരീസിലെ ഓണം ലുക്ക് 9th ഡേ ഓണം ലുക്ക് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓണം ലുക്കാണ് ഇന്ന്. അപ്പൊ ഇന്ന് നമ്മള് ലുക്ക് എന്താണെന്ന് അറിയോ? ട്രഡീഷൻ വിത്ത് ഫാഷൻ. ഇപ്പോഴത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ലുക്കായത് സ്കേർട്ട് വിത്ത് ക്രോപ്പ് ടോപ്പ്. അത് ട്രഡീഷണൽ സ്റ്റൈലും കൂടി ആവുമ്പോൾ നമുക്ക് ഓണം വൈബായിട്ട് കറക്റ്റ് ആയിട്ട് സെറ്റ് ആവും. അതിന് വേണ്ടിയിട്ട് ഓഫ് വൈറ്റ് സ്കേർട്ടും അതിന് ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കലങ്കാരി വർക്കുള്ള ബ്ലൗസും ആണ് ഞാൻ ഇന്ന് വെയർ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ ലുക്ക് എങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്തെന്നില്ലേ, അതൊരു ബിഗ് സ്റ്റോറിയാണ്. ഇന്ന് ഞാൻ എന്തായാലും ആ സ്റ്റോറി പറഞ്ഞുതരാം കേട്ടോ, ഷോർട്ട് ആക്കിയിട്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറ, എന്നാ ഞാൻ പറഞ്ഞുതരാം. അതല്ലേ ഒരു സ്റ്റൈലും. പാരമ്പര്യവും പുത്തൻ ലുക്കും ചേർന്ന് ഒരു സിമ്പിൾ സ്റ്റണ്ണിങ് ഔട്ട്ഫിറ്റ് തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് ഓണം സെലിബ്രേഷനും അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് ഒരു ഓണം ഫോട്ടോഷൂട്ടിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ലുക്ക് തന്നെയല്ലേ ഇത്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും സ്റ്റൈൽ ചെയ്യാം. വിത്ത് ഈ ഒരു കോമ്പിനേഷനോടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പും ആക്സസറീസും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ലുക്ക് ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ആക്ച്വലി ഇതെൻ്റെ ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു അടിപൊളി കലങ്കാരി ബോർഡർ വരുന്ന സെറ്റ് സാരിയാണ് കേട്ടോ. ഷോക്കായോ? ബാക്കി ഞാൻ പറഞ്ഞുതരാം. ബ്ലൗസ് പീസ് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു ബോട്ട് നെക്ക് ബ്ലൗസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്ലൗസ് തന്നെയാണ് ഞാൻ ഈ സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്കേർട്ട് എങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ? അതെ, സെറ്റ് സാരീനെ കൊണ്ട് തന്നെ. അതെ, ആ സാരി ഫുൾ 5.5 മീറ്റർ സാരി വെച്ചിട്ടാണ് ഈ സ്കേർട്ട് മൊത്തത്തിൽ തുന്നിയെടുത്തിട്ടുള്ളത്. അതും ആ ലെങ്ത് പക്ക അതുപോലെ കീപ്പ് ചെയ്തിട്ട് ആൻഡ് ആ കലങ്കാരി ബോർഡർ ഫ്രണ്ടിൽ വരുന്ന പോലെ. ആക്ച്വലി ഇതിൻ്റെ ഡിസൈനർ ഞാൻ തന്നെയാണ്. ആൻഡ് ഇത് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നത് ബോനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അടിപൊളി സ്റ്റിച്ചിങ് വേണ്ടിയിട്ടുള്ള അവരെ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അവരെ ഇൻസ്റ്റ ഐ ഡി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അടിപൊളി സ്റ്റിച്ചിങ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഫ്രണ്ടിൽ ബോർഡർ വെച്ചിട്ട് അടിപൊളിയായിട്ട് തുന്നി തന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ നിങ്ങൾ മുന്നേ വാങ്ങിയ സെറ്റ് സാരികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്ലൗസ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ടോപ്പും അടിക്കാം. അല്ലെങ്കിൽ ഓൾറെഡി ബ്ലൗസ് തുന്നിയതാണെങ്കിലും കുഴപ്പമില്ല, ആ സാരി വെച്ചിട്ട് ഇതേപോലെ ഒരു സ്കേർട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ ബ്ലൗസിന് തന്നെ ക്രോപ്പ് ടോപ്പായിട്ട് നമുക്ക് ഇതുപോലെ പെയർ ചെയ്യാം. അടിപൊളി ലുക്ക് തന്നെയല്ലേ ഇത്. ആക്ച്വലി പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ബ്ലൗസ് അടിക്കുമ്പോൾ തന്നെ ബോട്ടിനൊക്കെ അടിച്ചതുകൊണ്ട് കുറച്ചൊരു ടോപ്പ് മോഡലിൽ തന്നെ ഞാൻ നോർമലി ബ്ലൗസ് അടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് അത് തോന്നുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സ്കേർട്ടിന് മാച്ചിങ് ആയിട്ട് പെയർ ചെയ്യുന്നുണ്ട്. ടോപ്പാന്ന് തന്നെ പറയുള്ളൂ. ഇപ്പം ഞാൻ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കത് ബ്ലൗസായിട്ട് തോന്നുക.
അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഈ ഒരു ലുക്ക് എന്നുള്ളത് കമലിൽ പറയാൻ മറന്നുകൊണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ചന്ദന കളർ ധാവണിയും മാച്ചിങ് ഷോളും ടോപ്പും ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് ഈ ഒരു ഓണത്തിന് എല്ലാവരും ചെയ്തുകൊണ്ട് വെക്കുന്നത്. ഞാൻ റീസെൻ്റായിട്ട് കണ്ടുകൊണ്ട് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്രാവശ്യം ഓണം സെലിബ്രേഷനും സ്കൂളിലും കോളേജിലും നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സത്യം പറയാലോ, നിങ്ങളായിരിക്കും കിഡിലൻ ലുക്കിലുണ്ടാവുക. കാരണം എല്ലാവരും ഇതൊരു ധാവണി സ്റ്റൈലിൽ വരുമ്പോൾ ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ട് ന്യൂ ലുക്കും ആകും. ആൻഡ് ട്രഡീഷണൽ കീപ്പ് ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഷൈൻ ചെയ്യാം. ആൻഡ് ഇതേപോലെ ഒരു സാരി നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നല്ല ഫുൾ ഫ്ലെയർ ആയിട്ടുള്ളത് തന്നെ സ്കേർട്ട് നിങ്ങൾക്ക് കിട്ടും. നല്ല അടിപൊളി ഫോട്ടോസ് ഈ ഒരു സ്കേർട്ടിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ. ഒരു ട്രഡീഷണൽ വൈബിലുള്ള ടൈപ്പ് ഒരു എന്താ പറയുക ഓണം ഫോട്ടോഷൂട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്കേർട്ടിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും സെറ്റ് സാരി ഉണ്ടാവുമല്ലോ പഴയത്, കഴിഞ്ഞ കൊല്ലത്തെ ആയാലും കുഴപ്പമില്ല. അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയാൽ സൂപ്പറായിരിക്കും. പിന്നെ ചിലവർക്ക് ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ട് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ട് കട്ടും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സ്കേർട്ടും ടോപ്പിൻ്റെയും കൂടെ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ളൊരു ഷോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ധാവണി സെറ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. 2-in-1 യൂസ് ആയിട്ടുള്ളൊരു സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. എപ്പോൾ നിങ്ങളെ വാൾഡ്രോബിൽ അമ്പലത്തിൽ പോകുമ്പോൾ ആയാലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, ഒരു ട്രഡീഷണൽ ഫംഗ്ഷൻ, പൂജ അറ്റൻഡ് ചെയ്യാൻ അങ്ങനത്തെ ഒക്കെ ആയാലും ഈ ഒരു ഡ്രസ്സ് എപ്പോൾ ഒരു സെറ്റായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക മെറ്റീരിയൽ എടുത്തിട്ടൊന്നുമല്ലല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് പകരം നമ്മളെ കയ്യിലുള്ള ഒരു അടിപൊളി സെറ്റ് സാരി വെച്ച് സ്റ്റിച്ച് ചെയ്തതാണെങ്കിൽ കിഡിലനായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ മുന്താണിയിലെ വർക്ക് ഇതേപോലെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നതാണെങ്കിൽ നിങ്ങളെ ധാവണി ലുക്കിനും അടിപൊളിയായിരിക്കും. കാരണം ഇതുവരെ ആരും ധാവണി ലുക്കിന് ആ ഒരു മോഡൽ ചെയ്തിട്ടുണ്ടാകില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് തന്നെ വെറൈറ്റി ലുക്ക് പിടിക്കാനും പറ്റും കേട്ടോ ഇപ്രാവശ്യം ഓണത്തിന്. അപ്പോൾ ഡേ 9 ആയിട്ടുള്ള അത്തം മുതൽ തിരുവോണം സീരീസ് സീസൺ 2 ഈ ലുക്ക് സ്റ്റണ്ണിങ് ആൻഡ് ട്രഡീഷണൽ വൈബ് തന്നെ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കൂടെ ഞാൻ തന്ന ചെറിയ സ്റ്റൈലിസ്റ്റ് എങ്ങനെയെല്ലാം സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് ലുക്കാണ് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് അല്ലെങ്കിൽ ഈ വീഡിയോയിലുള്ള ലുക്കാണോ ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. വീണ്ടും നാളത്തെ അതായത് 10ാമത്തെ ദിവസത്തെ ലുക്കുമായിട്ട് നാളെ കാണുന്നവരെ ബൈ ബൈ.